അരുൺ, അതിജീവനത്തിന്റെ ഒരു പാഠം നമുക്ക് മുൻപിലുണ്ട്. അതിനപ്പുറത്തേക്ക് നിപ്പ എപ്പോൾ വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയും ആ തരത്തിലുള്ള പ്രതിരോധവും അങ്ങനെയുള്ള മുൻകൂട്ടി നടപടികളും ഒക്കെ എപ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് എല്ലാ വർഷവും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അന്നേ സൂചിപ്പിച്ചതുമാണ്. ഇന്നിപ്പോൾ എത്ര പേരാണ് നിരീക്ഷണത്തിൽ തുടരുന്നത്? ഒപ്പം ഈ സമ്പർക്കം പോലും ഇല്ലാത്തൊരാൾക്ക് നിപ്പ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിവരവും വരുന്നു. എന്താണ് ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്? എങ്ങനെ മുന്നോട്ട് പോകും? എങ്ങനെ നേരിടും? മറ്റ് പട്ടികകൾ ഉൾപ്പെടെ, സമ്പർക്ക പട്ടിക ഉൾപ്പെടെ തയ്യാറാക്കുന്നത് പ്രതിരോധ നടപടികൾ എങ്ങനെയാണ്? അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ആശങ്കയുണ്ട്. പക്ഷേ അതിനെയും നമ്മൾ അതിജീവിക്കും എന്നുള്ളത് തന്നെയാണ്. ഈ മണിക്കൂറിനെയും നമ്മൾ അതിജീവിക്കും. അത് തന്നെയാണ് നമ്മുടെ മുൻകാല ചരിത്രം. 4 തവണ നമ്മൾ ഈ രോഗത്തെ, ഈ പ്രതിസന്ധിയെ പിടിച്ചു കെട്ടിയ പോലെ തന്നെ ഇത്തവണയും നമുക്ക് പിടിച്ചു കെട്ടണം. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട യോഗമാണ് ഇപ്പോൾ മലപ്പുറം കളക്ടറേറ്റിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരീക്ഷണത്തിലുള്ള ആളുകളുടെ കൃത്യമായ കണക്കെടുത്ത് കൃത്യമായി അവരെ ഐസൊലേറ്റ് ചെയ്തുള്ള സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 4 പേരുടെ സാമ്പിളുകളാണ് പരിശോധനാ ഫലത്തിനായി അയച്ചിരിക്കുന്നത്. അതിൽ 2 പേരുടെ പരിശോധനാ ഫലം ഇപ്പോൾ വരും എന്നുള്ളതാണ്. ഈ യോഗത്തിന് ശേഷം മന്ത്രി അത് വ്യക്തമാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഏറെ നിർണായകമാണ്. ഇനി എന്തെല്ലാം നിയന്ത്രണത്തിലേക്ക് നമ്മൾ കടക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ചയാകുന്നത്. അത് ഈ ഫലവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. അത് നെഗറ്റീവ് ആണെങ്കിൽ അത് വലിയ ആശ്വാസം തന്നെയായിരിക്കും. കാരണം അത് പനി സംശയം മാത്രമാണ്, അതായത് നിപ്പ സംശയം മാത്രം ആണുള്ളത്. നിപ്പ സാധ്യത ഇല്ല എന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ഈ പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ ഫലം അയച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥിരീകരണത്തിന് ശേഷം അത് നെഗറ്റീവ് ആവുകയാണെങ്കിൽ അത് വലിയ ആശ്വാസമായിരിക്കും. അത്തരത്തിൽ ഈ 2 പാണ്ടിക്കാട്, ഈ ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണം കർശനമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരത്തിൽ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച്, ഇപ്പോൾ പ്രതിദിന പനിബാധിതരുടെ എണ്ണമൊക്കെ കൂടുന്ന സാഹചര്യമാണ്. അപ്പോൾ ആരും ആശങ്കപ്പെടേണ്ടതില്ല. അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരു ആശങ്കയുണ്ടാകും. പ്രത്യേകിച്ച് ഈ മേഖലയുള്ളവർക്കൊക്കെ കൃത്യമായ വിവരം അറിയിച്ച് കൃത്യമായ ഐസൊലേഷൻ സംവിധാനങ്ങളൊക്കെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഭാഗത്തിലൂടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. മികച്ച പ്രതികരണം ജനങ്ങളിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് കൂടി ആരോഗ്യമന്ത്രി നമ്മളോട് എന്തായാലും അറിയിക്കുന്നുണ്ട്. ഈ നിമിഷവും കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതിന് ഒത്തൊരുമിച്ചുള്ള പ്രതിരോധ പ്രവർത്തനം നമുക്ക് വേണം. കൂട്ടായ പ്രതിരോധ പ്രവർത്തനം വേണം. 2018 കോഴിക്കോട് തുടങ്ങിയപ്പോൾ കണ്ടതുപോലെ കഴിഞ്ഞ 4 തവണയും നമ്മൾ അതിജീവിച്ചു. അത്തരത്തിൽ നമുക്ക് അതിജീവിക്കണം അക്ഷയ. തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമയവും കടന്നു പോകും. പരിഭ്രാന്തരാകണ്ട, ആശങ്കപ്പെടേണ്ട എന്നൊക്കെ പറയുന്നതിനൊപ്പം തന്നെ പറയുകയാണ്, ജാഗ്രത വേണം. ജാഗ്രതയോട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ